റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വൻ വഴിത്തിരിവ്. ഇരുവരുടെയും കരാറിൽ മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനുമായി ഏകദേശം 90 മിനിറ്റ് ടെലിഫോണിൽ സംസാരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായാണ് സൂചന. ട്രംപുമായി സംസാരിച്ചതായി യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും ഇത് തന്നെ ആവർത്തിച്ചു. പ്രധാനമായും എണ്ണ വ്യവസായവുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തി. ഇത് നിരവധി റഷ്യൻ പ്രദേശങ്ങളിൽ ഇന്ധനക്ഷാമത്തിന് കാരണമായി. റഷ്യൻ സായുധ സേന ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും ഒന്നിനു പുറമെ ഒന്നായി പ്രദേശങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന യുദ്ധക്കളത്തിലെ യഥാർത്ഥ സാഹചര്യം പുടിൻ ചിത്രീകരിച്ചു. കിഴക്കൻ യുക്രൈനിലെ ഡൊണൈറ്റ്സ്ക് മേഖലയിൽ തന്ത്രപരമായ പ്രധാനപ്പെട്ട നഗരമായ കോസ്റ്റ്യാന്റിനിവ്ക മോസ്കോ സൈന്യം പിടിച്ചെടുത്തതായി റഷ്യൻ കമാൻഡർ പുടിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം സെലൻസ്കിയും യുക്രൈന്റെ ജനറൽ സ്റ്റാഫും ആ അവകാശവാദം തള്ളിക്കളഞ്ഞു. കൈവിന്റെ സൈന്യം ഇപ്പോഴും നഗരം നിയന്ത്രിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈനിലെ ഡോൺബാസ് മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം മോസ്കോ ഏറ്റെടുക്കണമെന്ന് റഷ്യ പറഞ്ഞു. യുക്രൈൻ ആ വാദം തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ മാസം സെലൻസ്കി പുടിനുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്താൻ പ്രേരിപ്പിച്ചു. പക്ഷേ ക്രൈംലിൻ നേതാവ് അത് വിസമ്മതിച്ചു. വാഷിംഗ്ടണിന്റെ ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നും മോസ്കോയിലേക്ക് മറ്റൊരു സന്ദർശനം നടത്താൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധത്തിൽ വാഷിംഗ്ടൺ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ US നയതന്ത്ര ശ്രമങ്ങൾ ഏതാണ്ട് സ്തംഭിച്ചിരിക്കുന്നു. മോസ്കോ സന്ദർശിക്കാൻ ട്രംപിന് തുറന്ന ക്ഷണം ലഭിച്ചതായി പുടിൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റുമായുള്ള സംഭാഷണത്തെ വളരെ നല്ലത് എന്നാണ് സെലൻസ്കി തന്റെ ടെലിഗ്രാം അക്കൌണ്ടിൽ വിശേഷിപ്പിച്ചത്. നാറ്റോ യോഗത്തിൽ ചർച്ചകൾ തുടരാൻ താനും ട്രംപും സമ്മതിച്ചതായി സെലൻസ്കി പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലായി റഷ്യ യുക്രൈൻ യുദ്ധം മാറിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇരുപക്ഷത്തുമായി 20 ലക്ഷത്തിലധികം സൈനികർക്ക് ജീവഹാനിയോ ഗുരുതര പരിക്കുകളോ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. ഇതിൽ വൻ നാശനഷ്ടം നേരിട്ടിരിക്കുന്നത് റഷ്യൻ സൈന്യത്തിനാണ്. ഏകദേശം 4 മുതൽ 4.5 ലക്ഷം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയും 14 ലക്ഷത്തോളം പേർക്ക് പരിക്കേൽക്കുകയും കാണാതാവുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും മരിച്ച അമേരിക്കൻ സൈനികരുടെ എണ്ണത്തേക്കാൾ 4 ഇരട്ടിയാണ്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഒരു യുക്രൈൻ സൈനികന് പകരം 8 റഷ്യൻ സൈനികർ എന്ന അനുപാതത്തിലാണ് നഷ്ടം സംഭവിക്കുന്നത്. യുക്രൈന് 1.25 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ സൈനികരെ നഷ്ടപ്പെട്ടതായും മൊത്തം നാശനഷ്ടം 5.25 ലക്ഷത്തിനും 6.25 ലക്ഷത്തിനും ഇടയിലാണെന്നും പഠനങ്ങൾ പറയുന്നു. നാശനഷ്ടങ്ങളുടെ കൃത്യതയിൽ പരിമിതികളുണ്ടെന്നും ഇരു രാജ്യങ്ങളും ഔദ്യോഗിക കണക്കുകൾ മറച്ചുവെക്കുന്നതായും ഗവേഷകർ സമ്മതിക്കുന്നു. കനത്ത മനുഷ്യക്കുരുതിയും ആയുധങ്ങളുടെ നാശവും ഉണ്ടായിട്ടും റഷ്യയ്ക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും യുദ്ധം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സൈനിക ശേഷി തകർക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മോസ്കോ ലക്ഷ്യമിട്ടെത്തിയ 28 യുക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായി മോസ്കോ മേയർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തലസ്ഥാന നഗരത്തിന് നേരെ വന്ന 8 ഡ്രോണുകൾ കൂടി തകർത്തതായും അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാന നഗരമായ കോസ്റ്റ്യാന്റിനിവ്കയുടെ പൂർണ്ണ നിയന്ത്രണം റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു. കോസ്റ്റ്യാന്റിനിവ്ക കീഴടക്കിയതിന് വലിയ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. ഡോൺബാസ് മേഖലയിലെ പ്രധാന ഗതാഗത ഹബ്ബും വ്യവസായ കേന്ദ്രവുമാണ് ഈ നഗരം. 2026 തുടക്കം മുതൽ ഇതുവരെ ഡോൺബാസിലും നോവോറോസിയയിലുമായി 133 ജനവാസ മേഖലകളും 3000 ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശവും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തതായി പുടിൻ അവകാശപ്പെട്ടു. റഷ്യൻ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ ആക്രമണം ശക്തമാക്കാൻ ശ്രമിക്കുന്തോറും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ റഷ്യ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.